Good morning, dear students. In this video, we are moving on to the Rockdale Principles of Cooperation. I have already mentioned yesterday that we have covered the first chapter in your textbook on cooperation, which describes the origin of cooperation, definition, characteristics, and advantages and disadvantages of cooperation, and different philosophies, different ways in which cooperation is being explained. So, in this chapter, we have to study in detail the principles of cooperation. And the first stage principle, or the first formulated principle on cooperation, was by Rockdale pioneers. So, in order to explain that, we'll move on to the history of cooperative movement in the world. I will give you a brief explanation regarding the history of cooperative movement in the world. That you will study in detail in your 6th semester. Okay. So, the cooperative movement began in Europe in the 19th century, primarily in Britain and France. ആദ്യം യൂറോപ്പിൽ ആണ് 19th സെഞ്ച്വറിയുടെ തുടക്കത്തിലാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. The Shore Potters Society claims to be one of the world's first cooperatives, being established in Aberdeen in 1498. ഈ പീരീഡ് ഈ ഇയർ ഓർക്കാൻ സുഖമാണ്. 1498 ഇനി കേരളമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റാണ്. വാസ്കോ ഡ ഗാമ കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് വന്നിട്ടുള്ളൊരു ഇയറാണ് 1498 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇയർ നമുക്ക് ഓർക്കാം. അപ്പോൾ ഷോർ പോട്ടേഴ്സിൻ്റെ സൊസൈറ്റിയാണ്, അവർ ക്ലെയിം ചെയ്യാണ് അവരാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ടു ബി ഓർഗനൈസ്ഡ് ഇൻ ദ വേൾഡ്. അവർ പിന്നെ അത് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. The first documented consumer cooperative was founded in 1769 in a barely furnished cottage in Fenwick, East Ayrshire. ഫെൻവിക് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു കോട്ടേജിൽ തുടങ്ങിയിട്ടുള്ളതാണ് 1769 ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. അവർ അവിടെയുള്ള ലോക്കൽ വീവേഴ്സാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവർ അവിടുത്തെ മെയിൻ ആളെ മാൻ ഹാൻഡിൽ ചെയ്ത് അവിടുത്തെ ഓട്ട് മീൽസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ പറയുന്നത്. ഇപ്പോൾ റോക്ക്ഡെയിലിനെ കുറിച്ച് നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് അതിന് മുമ്പേയും കോപ്പറേറ്റീവ്സൊക്കെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം ബൈ 1830 there were several hundred cooperatives. ഇഷ്ടംപോലെ കോപ്പറേറ്റീവ്സ് ഫോം ചെയ്തു. ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കോപ്പറേറ്റീവ്സ് ഒക്കെ ഒരു ഫെയിലിയർ ആയിരുന്നു. അതിൽ ഒന്ന് പിടിച്ചു നിന്നത് എന്ന് പറയുന്നത് റോക്ക്ഡെയിൽ പയനിയേഴ്സ് തുടങ്ങിയിട്ടുള്ളതാണ്. Some were initially successful, but most cooperative founded in the early 19th century had failed by 1840. The basis for development and growth of modern cooperative movement was established when the Rockdale Society of Equitable Pioneers established the Rockdale Principles on which they ran their cooperatives. ഈ റോക്ക്ഡെയിൽ പയനിയേഴ്സിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോപ്പറേഷൻ്റെ ആ ഒറിജിനൊക്കെ പറയുന്ന സമയത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ് ഉണ്ടാവുകയും ആ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഒരു കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ റോക്ക്ഡെയിൽ പയനിയേഴ്സിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. റോക്ക്ഡെയിൽ പയനിയേഴ്സ് എന്ന് പറഞ്ഞാൽ പയനിയർ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ടു ബിഗിൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. ഈ റോക്ക്ഡെയിലുള്ള 28 ഫ്ലാനൽ വീവേഴ്സ് ചേർന്നിട്ട് ആണ് ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ തുടങ്ങിയത്. അതിന് മുമ്പ് തുടങ്ങിയതൊക്കെ ഫെയിലിയർ ആയിട്ട് ഇല്ലാതായി പോയിട്ട് 1840s ആകുമ്പോഴേക്ക് ഏതോ 1-2 നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫെയിലിയർ ആയിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ മിൽ ഓണേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ സഹിക്കാൻ പറ്റാതെ ഒരു 28 ഫ്ലാനൽ വീവേഴ്സ് ചേർന്നിട്ട് അവർക്ക് അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസ് ഒരു 4 ഐറ്റംസിനൊക്കെ വെച്ചിട്ടാണ് അവർ തുടങ്ങിയത്. ബ്രെഡ്, ഓട്ട് മീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഐറ്റം വെച്ചിട്ട് അവരൊരു കൺസ്യൂമർ സ്റ്റോർ തുടങ്ങി. ഓരോരുത്തരും ഓരോ പൗണ്ട് വീതം ചേർത്ത് ആ കാശ് ഉപയോഗിച്ച് 28 പൗണ്ട് വെച്ചിട്ട് അവർ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ തുടങ്ങി. അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ആ സ്റ്റോറിലൂടെ, അതായത് മിഡിൽമാനെ ഒഴിവാക്കി, കാരണം ഇത് ഷോപ്പുകളിൽ എത്തുമ്പോഴേക്കും ഒരുപാട് കാശാവുകയും അവർക്കത് വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഇങ്ങനെ ഇത് നേരിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി അവർ വിൽക്കാൻ തുടങ്ങി.
അങ്ങനെ 4 ഐറ്റം വെച്ച് തുടങ്ങിയെങ്കിലും പിന്നീട് അത് നല്ല ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറുകയും അങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, അപ്പോൾ റോക്ക്ഡെയിൽ പയനിയേഴ്സിൻ്റെ ഇക്വിറ്റബിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ട് മാറുകയും അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് അണ്ടർടേക്കിംഗ് മെനി ആക്ടിവിറ്റീസ്. അവരുടെ ഐറ്റംസ് ഒക്കെ കൂട്ടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ സക്സസ് ആവാനുള്ള കാരണം പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയൊക്കെ ഫെയിലിയറിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അവർ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് ആണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഈ റോക്ക്ഡെയിൽ പയനിയേഴ്സിൻ്റെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് സക്സസ്ഫുൾ ആയതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസിന് ഒരുപാട് പ്രചാരം കിട്ടി. ഇറ്റ് ബിക്കെയിം പോപ്പുലറൈസ്ഡ്. അങ്ങനെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ മറക്കാൻ പാടില്ല. കോപ്പറേറ്റീവ് ബാങ്ക്സ് കോൾഡ് ക്രെഡിറ്റ് യൂണിയൻസ് ഇൻ US were invented in Germany in the mid-19th century. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് US എന്ന് പറയുന്ന പേര് ക്രെഡിറ്റ് യൂണിയൻസ് എന്നാണ്. ഇത് ആദ്യമായി വന്നത് 19th സെഞ്ച്വറിയിൽ ആദ്യമായി വന്നത് ജർമ്മനിയിലാണ്. FH ഷൂൾസ് ഡെലിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അർബൻ കോപ്പറേറ്റീവ്സിൻ്റെ രൂപത്തിൽ ഇത് കൊണ്ടുവന്നത്. 1852 അർബൻ കോപ്പറേറ്റീവ്സ് ഷൂൾസ് ഡെലിഷ് സൊസൈറ്റീസ് എന്നാണ് പറയുക സൊസൈറ്റി ഫോം ചെയ്തത്, വിച്ച് വാസ് ഗിവിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു അർബൻ പീപ്പിൾ. അർബൻ പീപ്പിളിലുള്ള ആർട്ടിസൻസിനൊക്കെ, അതായത് കൈത്തൊഴിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷൂൾസ് ഡെലിഷിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്തത്. അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയ ഒരു സാധനമാണ് FW റൈഫീസൺ ഫോം ചെയ്തിട്ടുള്ള റൈഫീസൺ ഫോം ഓഫ് സൊസൈറ്റീസ്. അത് റൂറൽ ഏരിയയിലാണ് 1864 അത് ഫോം ചെയ്തിട്ടുള്ളത്. റൂറൽ ഏരിയയിലുള്ള ഫാമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും അവരെ ഈ മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് റൈഫീസൺ ഫോം ഓഫ് സൊസൈറ്റീസ് തുടങ്ങിയത്. ഇപ്പോൾ ക്രോണോളജിക്കലി പറയുമ്പോൾ ആദ്യം തുടങ്ങിയത് ഷൂൾസിൻ്റെ സൊസൈറ്റീസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയത് റൈഫീസൺ ഫോം ഓഫ് സൊസൈറ്റീസ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ കോപ്പറേറ്റീവ്സ് തുടങ്ങുന്ന സമയത്തും ഈ റൈഫീസൺ ഫോം ഓഫ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്ന വ്യക്തിയെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും അത് പഠിച്ചു വന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് 1904 തുടങ്ങുന്നത്. ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ ഗവേൺ ചെയ്യുന്ന ഒരു ആക്ടൊക്കെ 1904 വന്നു. ഇതൊക്കെ ഫ്രെഡറിക് നിക്കോൾസിൻ്റെ ഫൈൻഡിങ്സിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഷൂൾസ് സൊസൈറ്റി 1852 1864 വന്നിട്ടുള്ള റൈഫീസൺ സൊസൈറ്റീസിൻ്റെ ഭാഗമായിട്ടാണ്. The Raiffeisen has proved more influential over time. In Britain, the Friendly Society, Building Society and Mutual Savings Bank were earlier forms of similar institutions. ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന അതർ കോപ്പറേറ്റീവ് ഫോംസ് എന്ന് പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് അല്ലാതെ ഉള്ളത് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഉണ്ടായിരുന്നു, ബിൽഡിംഗ് സൊസൈറ്റി, മ്യൂച്വൽ സേവിങ്സ് ബാങ്ക് ഒക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇതൊരു ബ്രീഫ് ഹിസ്റ്ററിയാണ്. ഇത് ഡീറ്റെയിൽഡായിട്ട് ഓരോ രാജ്യങ്ങൾ, ഡെൻമാർക്കിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെ, ജർമ്മനിയിൽ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടനിൽ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് 6th സെമസ്റ്ററിൽ പഠിക്കും. ഞാൻ റോക്ക്ഡെയിലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ മുമ്പേ തന്നതാണ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ റോക്ക്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസ്, റോക്ക്ഡെയിൽ ചെറിയ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് തുടങ്ങിയ അവർ സക്സസ്ഫുൾ ആയപ്പം അവർ ഫോളോ ചെയ്ത റൂൾസ് എന്ന് പറയുന്നത് ഒരു കോമൺ പ്രിൻസിപ്പിളായിട്ട് മാറുകയും അത് കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിളായിട്ട് ICA അഡോപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ റോക്ക്ഡെയിൽ പയനിയേഴ്സിൻ്റെ കഥയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കഥയാണ്. In 1844, a group of 28 artisans working in the cotton mills in the town of Rockdale in the north of England established first modern cooperative business, the Rockdale Equitable Pioneer Society. അതാണ് അവരുടെ സൊസൈറ്റിയുടെ പേര്, Rockdale Equitable Pioneers Society. The weavers faced miserable working conditions and low wages, and they could not afford the high prices of food and household goods. They described that by pooling their scarce resources and working together, they could access basic goods at a lower price. അതായിരുന്നു അവരുടെ ബേസിക് ആവശ്യം. നല്ല ഭക്ഷണം അവർക്ക് ഫേവറബിൾ പ്രൈസിൽ കിട്ടുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് വന്നത്. എന്തൊക്കെയാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് നോക്കാം.
The Rockdale Principles are a set of ideas for the operation of cooperatives. They were first set out in 1844 by the Rockdale Society of Equitable Pioneers in Rockdale, England. ഇംഗ്ലണ്ടിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് റോക്ക്ഡെയിൽ. And have formed the basis for the principles on which cooperatives around the world continue to operate. ഇപ്പോഴും പ്രസക്തിയുള്ള പ്രിൻസിപ്പിൾസ് ആണ് അന്ന് റോക്ക്ഡെയിൽ പയനിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഇസ് ഓപ്പൺ മെമ്പർഷിപ്പ്. നമുക്കറിയാമല്ലോ, കോപ്പറേറ്റീവ്സിൽ ആർക്ക് വേണമെങ്കിലും മെമ്പർ ആവാം, ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് ഒഴിയുകയും ചെയ്യാം. ഇതാണ് ഓപ്പൺ മെമ്പർഷിപ്പ്. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പായിട്ടത് 66 ICA അതിനെ റീഫോർമുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ബാക്കി വരുന്ന സ്ലൈഡ്സിൽ കാണും. അതിനെ നമ്മൾ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളായിട്ട് മാറ്റി. ദെൻ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ജനാധിപത്യപരമായ രീതിയിലാണ് അവിടുത്തെ. അപ്പോൾ എത്ര ആൾക്കാർ കൂടിയാണോ കോപ്പറേറ്റീവ് ഫോം ചെയ്തിട്ടുള്ളത് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇലക്ട് ചെയ്യുന്ന ഒരാളാണ് ആ കോപ്പറേറ്റീവിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം അണ്ടർടേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോളാണ് ഒരു പ്രിൻസിപ്പിൾ. ദെൻ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതായത് നമ്മൾ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടിന് ഇൻട്രസ്റ്റ്, എന്തായാലും ഒരാൾ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും തിരിച്ചു വേണം. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ തുക, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മനസ്സിലാക്കുക, ഒരു കോമൺ ഗുഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അപ്പോൾ റോക്ക്ഡെയിൽ പയനിയേഴ്സ് അഡോപ്റ്റ് ചെയ്തൊരു പോളിസി എന്ന് പറയുന്നത് ടു പേ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ പാട്രണേജ് ഡിവിഡൻഡ്. പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്ത ഷെയറിൻ്റെ ബേസിസിലല്ല ഡിവിഡൻഡ്. എത്ര പേര് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്നു, മോർ ട്രാൻസാക്ഷൻസ് ആരാണോ സൊസൈറ്റി ആയിട്ട് നടത്തുന്നത് അവർക്കാണ് കൂടുതൽ ഡിവിഡൻഡ് കിട്ടുക. അപ്പോൾ അതിന് പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറയും. ദെൻ ക്യാഷ് ട്രേഡിംഗ്. ഇതിന് മുമ്പ് ഫോം ചെയ്തിട്ടുള്ള എല്ലാ കോപ്പറേറ്റീവ്സിൻ്റെയും ഫെയിലിയറിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് റോക്ക്ഡെയിൽ പയനിയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തത് അവരൊക്കെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് ആണെങ്കിലും കടമായിട്ട് സാധനങ്ങൾ കൊടുക്കുക. ഇതാണ് പിന്നീട് അവരുടെ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ളത്. കുറേ ബാഡ് ഡെറ്റ്സ് ഉണ്ടായി, ഇതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റാതെ കൂടുതൽ ഫങ്ഷനിങ്ങിലൊന്നും സാധിക്കാതെയൊക്കെ ആയി പോകുന്നൊരവസ്ഥയൊക്കെ വന്നത്. അപ്പോൾ ഇവർ തീരുമാനിച്ചു ദേ വിൽ ബേസ് ദ അവരുടെ സെല്ലിങ് ആക്ടിവിറ്റീസ് വിൽ ബി ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് കാശ് കൊടുത്തിട്ട് വാങ്ങുക എന്നുള്ളത്, കടം കൊടുക്കുന്നത് ഒഴിവാക്കി, ക്യാഷ് ട്രേഡിംഗ്. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഒരു പൊളിറ്റിക്കൽ പാർട്ടിനോട് ഒരു അഫിലിയേഷനോ ഒരാളോട് ഒരു എതിർപ്പോ ഒന്നുമില്ല. പൊളിറ്റിക്കൽ പാർട്ടി ആയാലും റിലീജിയസ് ഗ്രൂപ്പ്സ് ആയാലും ഇവരുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, എല്ലാവരെയും സെയിം ആയിട്ട് കാണുന്നൊരവസ്ഥ. ദെൻ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ആൾക്കാരെ ബോധവൽക്കരിക്കണം എബൌട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിഷ്യലാണ് എന്നുള്ള ആ സ്പ്രെഡിങ് ഓഫ് അവയർനെസ് എബൌട്ട് കോപ്പറേറ്റീവ്സ് എമംഗ് പീപ്പിൾ, റൂറൽ പീപ്പിൾ, ഇത് അവരുടെ ഒരു പ്രിൻസിപ്പിളായിരുന്നു. അപ്പോൾ അവരുടെ സൊസൈറ്റി റൺ ചെയ്യുന്നതോട് കൂടെ തന്നെ ദേ ടുക്ക് അപ്പ് എഫേർട്സ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ. ഇത്രയാണ് ഇതിനകത്ത് ICA ഇത് 1844 റോക്ക്ഡെയിൽ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾസാണ്. പക്ഷേ ഇത് സക്സസ്ഫുൾ ആയതുകൊണ്ട് എപ്പോഴും പ്രസക്തിയുള്ള പ്രിൻസിപ്പിൾസായിട്ട് ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അതിനെ അംഗീകരിക്കുകയും 1934 ICA ഇതിനെ കാറ്റഗറൈസ് ചെയ്തു. 1934 ഒരു കമ്മിറ്റി വെച്ചിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തു. 1937 റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്തു, ഇതിനെ ക്ലാസിഫൈ ചെയ്തു ആസ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. അപ്പോൾ ആദ്യത്തെ 4 പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് പാട്രണേജ് ഡിവിഡൻഡ് വാസ് ക്ലാസിഫൈഡ് ആസ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആൻഡ് cash trading, political and religious neutrality and promotion of education were classified as non-essential principles. Then the subcommittee appointed by ICA in 1934 submitted its report in 1937, classified the principles as essential and non-essential. Under the changed circumstances, ICA appointed a commission in 1964. അപ്പോൾ 34 ICA ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് കാരണം 1844 ഉണ്ടായ സാധനമാണ്.
അപ്പോൾ 1937 ആ റിപ്പോർട്ട് പ്രകാരം ഇതിന് ഓക്കെ ഇതിപ്പോഴും പ്രസക്തമാണ്, ഇത് മതി എന്നൊക്കെ തീരുമാനിച്ചു. എന്നിട്ട് അതിനെ ഇത് ഇത്രയും എസെൻഷ്യൽ, ഇത് നോൺ എസെൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ മോഡേൺ ടെക്നോളജീസൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് പിന്നെയും ഇതൊന്ന് റീ എക്സാമിൻ ചെയ്യണം, വെദർ ഇറ്റ് ഈസ് റിലവൻറ്റ് നൗ. അങ്ങനെ 1964 വീണ്ടും ഇത് എത്ര കോപ്പറേറ്റീവ്സ് ഇപ്പോഴും ആ പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഫോളോ ചെയ്യാത്തത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് 1964 വീണ്ടും ഒരു കമ്മീഷനെ വെച്ചു. ആൻഡ് കമ്മീഷൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇത് റീഫോർമുലേറ്റ് ചെയ്യാനാണ്. കാരണം മറ്റേത് പഴയതാണ്, അപ്പോൾ ഇതിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1964 കമ്മീഷനെ വെച്ചത്. ഈ കമ്മീഷൻ 1966 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ ബേസിസിൽ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ്, കാർവി കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റീനെ പറയുന്നത്, 1966 റീഫോർമുലേറ്റ് ചെയ്ത് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഈ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ കോർപ്പറേഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ചേഞ്ചസ്. വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് ആക്കി, സ്വമേധയാ മെമ്പർ ആവുക, അത് ഓപ്പൺ ആവുക. ദെൻ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ, എല്ലാത്തിലും ഡെമോക്രാറ്റിക്. നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രോളിനെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, അത് ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ, ജനാധിപത്യപരമായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഫോം ഓഫ് ഓർഗനൈസേഷനായി. ദെൻ ലിമിറ്റഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, അതിൽ മാറ്റമൊന്നുമില്ല. ഡിസ്പോസൽ ഓഫ് സർപ്ലസ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഷെയർ കോൺട്രിബ്യൂഷൻ, അത് തന്നെ പാട്രണേജ് ഡിവിഡൻഡ് തന്നെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് വിച്ച് ആർ ഇംപ്ലിസിറ്റ് ഇൻ ദ റിപ്പോർട്ട്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻസ് ആണ്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ് മോട്ടോ ഓഫ് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. അത് ഈ 1966 ഇതിൽ അതായിരുന്നു ഉദ്ദേശമെങ്കിൽ പോലും അതിനെ ഒരു പ്രിൻസിപ്പിളായിട്ട് ഡെവലപ്പ് ചെയ്തു. ദെൻ പബ്ലിസിറ്റി, പോപ്പുലറൈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് കോഓപ്പറേഷൻ. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ക്യാഷ് ട്രേഡിംഗ് ആൻഡ് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. ഒന്നിൽ കൂടുതൽ കോഓപ്പറേറ്റീവ്സ്, കുറേ കോഓപ്പറേറ്റീവ്സ് ഒക്കെ വന്നല്ലോ ഈ ആദ്യത്തെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഇത് സക്സസ്ഫുൾ ആവാൻ തുടങ്ങിയപ്പം ഒരുപാട് കോഓപ്പറേറ്റീവ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലൊരു സഹകരണം ഉണ്ടാവണം. എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെട്ട തുരുത്ത് പോലെ നിൽക്കാതെ ഈ കോഓപ്പറേറ്റീവ്സിൻ്റെ ഇടയിലും സഹകരണം ഉണ്ടാവണം എന്നുള്ള കോൺസെപ്റ്റിൻ്റെ മുകളിൽ കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നൊരു പ്രിൻസിപ്പളും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഈ ഓരോ പ്രിൻസിപ്പലിനെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പം ആസ് സച്ച് നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റേജ് പ്രിൻസിപ്പൽ, എന്താണ് സെക്കൻഡ് സ്റ്റേജ് പ്രിൻസിപ്പൽ എന്നുള്ളത് പറയാം. ഇപ്പോൾ ചിലപ്പോൾ എക്സാമിന് നമ്മളോട് ക്വസ്റ്റ്യൻസ് എന്താണ് വാട്ട് എക്സ്പ്ലെയിൻ ദ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്നായിരിക്കും പറയാം. അപ്പോൾ ആ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? അപ്പോൾ അല്ലെങ്കിൽ 1966 ഡെവലപ്പ് ചെയ്ത് 1995 ICA വീണ്ടും റീഫോർമുലേറ്റ് ചെയ്ത് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഓരോ സ്റ്റേജ് വൈസ് പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.